ഇത്തവണയും ചേട്ടൻ തന്നെ നോക്കിക്കോ. ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. ഓ തോ ഹർ സാൽ ഐസി ഹി ഹേ നാ. എല്ലാ കൊല്ലവും മത്സരം കടുക്കും. അരവിന്ദേട്ടൻ ജയിക്കും. അതാണ്. ആ വാറ്റുകൾ 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 നാറ്റമില്ല വാറ്റുകൾ എന്ന് പറയാൻ ഒരുപാട് വാറ്റുകളൊന്നും ഇവിടെ ഇല്ല സുഹൃത്തുക്കളെ. ആ മംഗല്യബന്ധത്തിന്റെ സ്പെഷ്യൽ വാറ്റുകൾ മാത്രം. ആ നടന്നു വരൂ, കടന്നു വരൂ. കുടിച്ച് കുടിച്ച് കിടന്നുരുണ്ട് ഇഴഞ്ഞു പോകൂ സുഹൃത്തുക്കളെ. ആ കടന്നു വരൂ സുഹൃത്തുക്കളെ, കടന്നു വരൂ. നമ്മുടെ അരവിന്ദേട്ടന്റെ അവസാനത്തെ കൊല്ലമാ. നിന്റെ ഗുണ്ടൊക്കെ റെഡി തന്നെയല്ലോ അല്ലേ? പിന്നല്ല, ഈ ഭാരതക്കുന്നൊക്കെ ഒന്ന് കിടുകി വിറക്കണം. ഭാരതക്കുന്നല്ല, കേരളം മൊത്തത്തിലൊന്ന് കിടുങ്ങും. പോരെ? അത് മതി. ക്രമസമാധാനം കളയരുത്. ടാസ്കും ഫോഴ്സും ഒന്നും ഇല്ല ഇവിടെ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കഷ്ടം അണ്ണാ. ഇന്ന് നിങ്ങൾ എന്നെ കമ്മീഷണർ എന്നാ പിടിക്ക്. ചേട്ടാ ഇതൊന്നും ഇവിടെ ശരിയാവൂല, എടുത്ത് മാറ്റിക്കേ. ആഹാ, അത് കൊള്ളാലട കൊച്ചനെ. അതെ, ഞാനിവിടെ സ്പോൺസർമാരിൽ ഒരാളാണ്, അതുകൊണ്ട് എനിക്കിതൂടെ വെക്കാം കേട്ടാ. അണ്ണന്റെ പേര് വെണ്ട കേശരത്തി നോട്ടീസിൽ വെച്ചിട്ടുണ്ട്. നോക്ക്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതെ, സ്ഥാപനത്തിന്റെ പേര് നീയൊക്കെ രസീത് വഴി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണം നിന്റെ ഒക്കെ നോട്ടീസിൽ വരാൻ. അല്ല തലയിലെ ദീർഘവും മൂട്ടിലെ വാലും മാത്രം വെച്ചാൽ പോരാ. അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. ഈ സാധനം ഇവിടെ ഇങ്ങനെ വെച്ചാൽ മാത്രം മതി കേട്ടാ. അതൊന്നും പറ്റൂല, നടക്കണ ദിവസമല്ല, ഇവിടെ വെക്കാൻ പറ്റൂല. അത് കൊള്ളാല്ല. ഞാൻ സംഭാവന തന്നിട്ടുണ്ടെങ്കിൽ ഇതിവിടെ വച്ചിട്ടേ പോവൂ. നിങ്ങക്ക് പറഞ്ഞാ മനസ്സിലാവൂലേ? ഓഫറൊക്കെ ഉണ്ടല്ലോ. കഴിഞ്ഞ വർഷം ഏതാണ്ടൊക്കെ ഓഫർ ഉണ്ടായിരുന്നില്ല ഈശോഷ? അതെന്തായിരുന്നു? സീനിയർ സിറ്റിസൺ മാരേജ്, സമ്പൂർണ്ണ സൗജന്യം. സമ്പൂർണ്ണ സൗജന്യം. ഓ ആ പരിപാടി അത് സമ്പൂർണ്ണ പരാജയമായി പോയി. അവസാനം സ്വന്തം അച്ഛന് പെണ്ണ് നോക്കേണ്ടി വന്നു. കഷ്ടം. ബിസിനസ്സിൽ അച്ഛനും അമ്മാച്ചനും ഒന്നും ഇല്ല ഇവാച്ചു. ഓ വേണ്ടി വന്ന നിന്റെ തന്തയെ വരെ ഞാൻ കെട്ടിക്കും. ഒന്ന് പോയടാ അവിടുന്ന്. ഞാൻ ഇതിവിടെ വച്ചിട്ടേ പോവൂ. തിരിച്ചു പോവാൻ ആംബുലൻസ് വിളിച്ച് നിർത്തിയിട്ട് വേണം നീ ഇതോടെ വയ്ക്കാൻ. കേട്ടത്തികളെയും കല്യാണക്കൊരു യോഗമുള്ള കളിക്കാരെല്ലാം വീണ്ടും വീണ്ടും ഗോളടിച്ച് പണ്ട് പണ്ട് കൊണ്ടുവന്ന ദണ്ട് ദണ്ട് ഉണക്കുന്നുണ്ട്. ഇനി മത്സര ചൂടിലേക്ക്. പോരാട്ടങ്ങൾ അവസാനിക്കുമ്പോൾ പോയിന്റുകൾ സമാസമം. അരവിന്ദേട്ടനോ ഐവാച്ചനോ ആരായിരിക്കും ഈ വർഷത്തെ മികച്ച കല്യാണം മുടക്കി? കഴിഞ്ഞ 5 വർഷമായി സ്ഥാനം കൊണ്ട് നടക്കുന്ന അരവിന്ദേട്ടന്റെ അവസാന മത്സരമാണിത്. പുരസ്കൃതനായി അദ്ദേഹം ഇവിടുന്ന് മടങ്ങുമോ അതോ ഐവാച്ചന്റെ കന്നിമുത്തം മുടക്ക് ദണ്ടിൽ പതിയുമോ? എന്തായാലും നമ്മുടെ മാനത്ത് കണ്ണി സാബുവിന്റെ വരവോടുകൂടി ഇതിന് ഉത്തരം ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളെ. അതിനായി നിങ്ങൾ ഒരു 10 നിമിഷം കൂടി കാത്തിരിക്കുക. ഒരേ ഒരു കല്യാണ മുടക്കിന്റെ ആവശ്യമാണ് ഇരുവർക്കും വേണ്ടത്. അതിനായി നമുക്ക് കാത്തിരിക്കാം സുഹൃത്തുക്കളെ. അതാ സാബു എത്തുന്നു, സാബു എത്തുന്നു. സാബു, ആരാണ് വിജയിക്കുന്നവരുടെ മുന്നിൽ പ്രഖ്യാപിക്കൂ. ഐവാച്ചനാണോ അരവിന്ദനാണോ? ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും. സാബു വാ, സാബു പറ, ആര്? എടാ മാനത്ത് കണ്ണി ആര്? അരവിന്ദേട്ടനോ ഐവാച്ചനോ? സാബു ഇപ്പൊ പറയും. പറ സാബു, പറ പറ. ആര്? ഐവാച്ചനാ? ഐവാച്ചനാണോ? പറയൂ. അരവിന്ദേട്ടൻ? എടാ സാബു, മാനത്ത് കണ്ണി പറ. പറയടാ, അങ്ങോട്ട് ചൂണ്ടിക്കൊണ്ടിരിക്കാതെ. ആരടാ പറയടാ? അരവിന്ദേട്ടൻ. അഞ്ചാമതല്ല, 6ാമതും അരവിന്ദേട്ടൻ. അരവിന്ദേട്ടൻ കേറി വാ. അരവിന്ദേട്ടൻ ഇങ്ങോട്ട് കേറി വരോ. വാട്ടാ, കേറി വാ. അടി കൈയടി. അരവിന്ദേട്ടൻ പൊളിക്ക്. സംസാരിക്കും. സുഹൃത്തുക്കളെ, ഇത് എന്റെ മാത്രം വിജയമല്ല, ഇത് നമ്മുടെ വിജയമാണ്. എന്റെ മുൻപിൽ വരുന്ന ഓരോ വിവാഹാലോചനക്കും
ഓരോ വിധിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന് ഞാനൊരു കാരണമാകുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇക്കൊല്ലത്തോടെ മംഗല്യബന്ധ് എന്ന പ്രസ്ഥാനത്തിന്റെ മത്സര രംഗത്തു നിന്നും ഞാൻ വിട വാങ്ങുകയാണ്. എനിക്ക് വേണ്ടി എൻ്റെ കൂടെ നിന്ന കുടുംബത്തിനും നാട്ടുകാരോടും വെറും നന്ദി മാത്രം പറഞ്ഞ് വിട വാങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആരോഗ്യപരമായി ബുദ്ധിമുട്ടുന്ന എല്ലാ കല്യാണ മുറികൾക്ക് വേണ്ടിയും മംഗല്യബന്ധ് ഓൺലൈൻ ആപ്പ് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. സന്തോഷമായില്ലേ മക്കളെ? എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. കൂട്ടത്തിൽ എൻ്റെ വിരമിക്കൽ ഔദ്യോഗികമായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി. നന്ദി ഞങ്ങളാണ് പറയേണ്ടത്. കാരണം ഇത്തരം ഒരു സാധ്യതയുടെ വാതിൽ ഞങ്ങൾക്ക് മുമ്പേ മലർക്കെ തുറന്നിട്ടുന്നതിന്. അടുത്തതായി അരവിന്ദേട്ടന് മുടക്കുതണ്ട് കൈമാറുന്ന ചടങ്ങാണ്. അതിനായി ദണ്ടിന്റെ സൂക്ഷിപ്പുകാരനും കോഓപ്പറേറ്റീവ് ബാങ്ക് മാനേജരുമായ ശ്രീ ശ്യാനുകേശിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. हे भगवान मेरा दंड ഒരു നാടിന്റെ വികാരം വിശ്വാസമൊക്കെയാണ് നീയൊക്കെ എറിഞ്ഞു തകർത്തത്. പണ്ട് ഈ പരിപാടിക്ക് വന്ന് നമ്മളും കുറെ കടലയും കപ്പലിന്റെ തിന്നിട്ടുള്ള തന്നെ. എന്നിട്ട് ഇപ്പോഴാണോ അതൊക്കെ നിന്റെ വയറ്റി പിടിക്കേണ്ടത്? വിവരം വെക്കുമ്പോ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? ചെറ്റത്തരം കാണിച്ചിട്ട് ചിലക്കുന്നാടാ. ആര് ചരിത്രം കാണിച്ചെന്ന് പ്രസംഗിച്ച് പറഞ്ഞു കൊടുക്കച്ചാ. ആരാ ചരിത്രം കാണിച്ചെന്ന് പറയച്ചാ. അടിച്ചു പൊട്ടിക്കാൻ ഉണക്കില പിരി. നീ ആർദ്താണ് സംസാരിക്കുന്നറിയാ? മുതിർന്നവർക്ക് ഇങ്ങനെയാടാ പെരുമാറണ. കുറച്ച് ബഹുമാനമൊക്കെ വേണ്ടേ? വേണം, വെറുതെ ഫംഗ്ഷൻ അലമ്പാക്കാടാ. താൻ ഇതെന്തോ അറിഞ്ഞിട്ട് സംസാരിക്കുന്നേ? കാര്യം എന്താണെന്ന് ചോദിക്കണോ? എന്താ കാര്യം? നമ്മളും കൂടി അറിയട്ടെ. അറിയാ അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നല്ലേ? സ്വന്തം മോന്റെ, അതായത് ഈ നിൽക്കുന്ന ചൊവ്വ വേണുവിന്റെ കല്യാണം മുടക്കിട്ടാണ് ഇയാൾ അവാർഡ് മേടിച്ചോണ്ടിരിക്കുന്നത്. എന്റെ അരവിന്ദേട്ടാ, പ്രസ്ഥാനമാണ് എനിക്കെല്ലാം. അത് കഴിഞ്ഞിട്ടേ കുടുംബ കുട്ടികളൊക്കെ ഉള്ളോ. അരവിന്ദേട്ടാ മാസ്. അത് ശരി. എന്നാ പിന്നെ ഇതും കൂടെ കേട്ടോ. ആ മൈക്ക് ചേട്ടോ. ഹലോ ഹലോ അപ്രിയരെ, ഭാരതക്കുന്നുകാരുടെ അഭിമാനമായ ദ ഗ്രേറ്റ് കല്യാണം മുടക്കി ഈ നിൽക്കുന്ന അരവിന്ദന്റെ മകൻ ചൊവ്വ വേണുവിന്റെ കല്യാണം ഇന്നേക്ക് 7 ദിവസത്തിനകം വർസല ക്ലബ് ടീം നടത്തിയിരിക്കും. നിനക്കൊക്കെ തടയാൻ പറ്റുമോ? പോയി തടഞ്ഞോടാ. അങ്ങനെ നിങ്ങൾക്ക് ഈ കല്യാണം മുടക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ മംഗല്യബന്ധ പ്രസ്ഥാനത്തിന്റെ പേരിൽ നിങ്ങൾ കാണിക്കുന്ന ഈ നാറിയ പരിപാടിയുടെ ആഘോഷവും ഒടുക്കത്തെ ആയിരിക്കും നിങ്ങൾ ഞങ്ങൾക്ക് വാക്ക് തരണം. ഇനി ഞങ്ങൾ പറഞ്ഞ വാക്ക് ഞങ്ങൾക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതോടെ വത്സര ക്ലബിന്റെ ഒടുക്കം. നീ എത്ര അങ്ങനെ പിള്ളേരെ, നിങ്ങൾക്കൊക്കെ അച്ഛനും അമ്മയും വേണമെന്ന് അവരുടെയൊക്കെ കാരണവന്മാർ ചിന്തിക്കുന്നതിന് മുന്നേ തുടങ്ങിയ പ്രസ്ഥാനമാണ് നമ്മുടെ നാട്ടിന്റെ സ്വന്തം പ്രസ്ഥാനം. അതെ, തിളപ്പിന്റെ പുറത്തേ മക്കള് വെല്ലുവിളിക്കുമ്പോ ഇതൊക്കെ ഒന്ന് നല്ലോണം ഓർത്തോളണം. പണ്ട് വത്സല ക്ലബിന്റെ പേര് പറഞ്ഞ് നിന്റെയൊക്കെ ഒരു മുരുകൈ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. അവസാനം അവന് നാട് വിട്ടു വേണ്ട അവസ്ഥ വന്നു. അറിയാലോ. ചീനച്ചേട്ടി രാജു, വെറുതെ കിടന്ന് കണാ ഗുണ വർത്താനം പറയാതെ നിനക്കൊക്കെ ധൈര്യം ഉണ്ടാടാ നമ്മളെ പിള്ളേരെ വെല്ലുവിളി ഏറ്റെടുക്കാൻ? ഞങ്ങൾക്ക് കൂട്ടായിട്ടൊന്ന് ആലോചിക്കണം. പോയി 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 ആലോചിക്കും. പോയി അരവിന്ദേട്ടൻ പിന്നെ ബജറ്റ് പാസ്സാക്കാൻ പോവില്ലേ? ആലോചിക്കേ. നല്ല ഒഴുങ്ങിയതാ. നീ എന്തിനു കയറി ക്ലബിന്റെ ഒടുക്കുമെന്ന് പറഞ്ഞു? ഒന്നാമത് ഇവന് ചൊവ്വാദോഷമുള്ളതാണ്. ഇനി കല്യാണം എങ്ങനെ നടന്നില്ലെങ്കിൽ ഈ ക്ലബ്ബ് തീർന്നു. നല്ല പറയണ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, തൈലക്കച്ചവടം പാലിശമാണെങ്കിൽ കൂടിയും ഈ വത്സല ക്ലബിന്റെ വെല്ലുവിളി ഏറ്റെടുത്തതായി ആത്മാർത്ഥതയോടെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ വെല്ലുവിളിയിൽ അവർ തോൽക്കുകയാണെങ്കിൽ വത്സല ക്ലബ് എന്നൊരു പ്രസ്ഥാനം ഈ ഭാരതക്കുന്നിന്റെ മണ്ണിൽ നിന്ന് തൂത്തെറിയപ്പെടുകയും പകരം മംഗല്യബന്ധിന്റെ യുവതുർക്കികളെ വാർത്തെടുക്കാനുള്ള ഒരു സ്റ്റഡി ക്ലാസ് ഇവിടെ ആരംഭിക്കുകയും പ്രവർത്തിച്ച് വിജയിപ്പിക്കുകയും ചെയ്യും.
മറിച്ചാണേൽ ചരിത്രങ്ങളുടെ പ്രാധാന്യമുള്ള മംഗല്യബന്ധം പിരിച്ചുവിടുന്നതായിരിക്കും. വെല്ലുവിളി സ്വീകരിക്കുന്നതിന് മുമ്പേ ഒരാളുടെ അനുമതി കൂടെ മേടിക്കണം. പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് മുടക്കാശാൻ ബഹദൂർ കേടെ. ആശാന അങ്ങനെ സംസാരിക്കത്തില്ലല്ലോ. ആശാന് പറയാനുള്ള അങ്ങോട്ട് പറ ആശാന്. അല്ലെങ്കിൽ